അല്ലല്ല, അത് ഈ ചോദ്യം അപ്രസക്തമായ ചോദ്യമാണ്. എന്താണെന്നറിയാമോ, ഇപ്പം അദ്ദേഹം LDF പാർലമെൻ്ററി പാർട്ടിയിലെ അംഗമാണ്, LDFിലെ അംഗമാണ്. ഞാൻ കേരള കോൺഗ്രസിനെ കുറിച്ച് ഇതുപോലെ ചോദ്യം വന്നപ്പോൾ ഞാൻ ഇതേ മറുപടിയാണ് പറഞ്ഞത്. കേരള കോൺഗ്രസ് LDFിലാണ് ഉള്ളത്. LDFിലുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് നമ്മളെന്തിനാണ് മോശമായിട്ട് പറയണം? അദ്ദേഹം LDFിൽ നിൽക്കുകയാണെന്ന് ഇന്ന് രാവിലെ പറഞ്ഞത്. അപ്പം നമ്മളതിനെക്കുറിച്ച് ചർച്ച, ഞങ്ങൾക്ക് അതല്ലല്ലോ. നിങ്ങൾ ഈ വിഷയത്തെ ലഘൂകരിക്കുകയാണ്. ഇതുപോലത്തെ ചോദ്യം ചോദിച്ചു. വിഷയം ഇത്ര ഗൗരവമുള്ള വിഷയം, എന്ത് ഗുരുതരമായ ആരോപണമാണ്. മാഫിയ സംഘങ്ങളാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതെന്നാണ് പറഞ്ഞത്. മാഫിയ സംഘങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരി മരുന്ന് അടക്കമുള്ള മാഫിയ സംഘങ്ങൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും നിയന്ത്രിക്കുന്നു എന്ന് ഭരണകക്ഷി MLA ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം ശരിയാണ്. അതുപോലെ ഈ പൂരം കലക്കിയ സംഭവം, അല്ല, അത് നമ്മളെന്താ പറഞ്ഞത്, ഞങ്ങളെന്താ പറഞ്ഞത്? എന്തിനാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ RSS നേതാക്കളെ കാണാൻ വിട്ടത്? പൂരം കലക്കാനാണെന്നല്ല ഞങ്ങൾ പറഞ്ഞു. അവർക്കൊരു അക്കൗണ്ട് തുടങ്ങി കേരളത്തിൽ, തൃശ്ശൂർ അവർ വർക്ക് തുടങ്ങി നേരത്തെ. അപ്പം അവിടെ അവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സഹായിക്കാം. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത്, അതായിരുന്നു മെസ്സേജ്. ആ സഹായിക്കാമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പൂരം കലക്കി BJPക്ക് ജയിക്കാനുണ്ടായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത്. ഇത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്, ഞങ്ങൾ ആദ്യം പറഞ്ഞു എന്നുള്ള സത്യമാണ്. പിന്നെ ADGP RSS ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് കോലാഹലമായിരുന്നു. കണ്ടില്ല, വന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും അംഗീകരിച്ചല്ലോ. കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന സംഭവം 16 മാസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുക. നമ്മൾ ഒറ്റ ചോദ്യം ചോദിക്കുന്നില്ല അതിൻ്റെ അകത്ത്. മുഖ്യമന്ത്രി അറിയാതെയാണ് അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. വാദത്തിന് ഞാൻ സമ്മതിക്കില്ല. വാദത്തിന് വേണ്ടി തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. ആധികാരികമായി പറയുന്നു. സ്റ്റേറ്റ് ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു. തൃശ്ശൂരിൽ വെച്ച് ഈ ADGP ലോ ആൻഡ് ഓർഡർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ട് 1 മണിക്കൂർ സംസാരിച്ചു എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിന്മേൽ ചെറുവിരലനക്കാത്ത ആളായി ഈ മുഖ്യമന്ത്രി. എൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ ഭരണകക്ഷി MLA പറഞ്ഞെന്താ? മുഖ്യമന്ത്രി അങ്കിളെന്നാണ് വിളിക്കുന്നത് ആര്? ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്ര അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ADGPക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നു ഇല്ലേ? അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു അന്വേഷണം നടക്കുന്നു. 2, പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. പിന്നെ ADGP RSS നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം, 4 അന്വേഷണം നടക്കുക. പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുക. കേരളത്തിൽ എവിടെയെങ്കിലും, രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുണ്ടോ? 4 അന്വേഷണം നടക്കുന്നു, ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുക. എന്തുകൊണ്ടാണ് അവിടെ ഇരുത്തിയേക്കണേ? എല്ലാ പണിയും അയാൾ ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ അല്ല കുറ്റപ്പെടുന്നത്, എല്ലാ മുഖ്യമന്ത്രിമാരുടെ ചെയ്തതാണ്. അല്ല, രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ അടുപ്പമുണ്ടാവും. ഈ വഴിവിട്ട അടുപ്പം ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിലില്ല. അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയൻ കേട്ടോ, പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ഒരു വൃത്തികെട്ട കേസിൽ പെടുത്തുമായിരുന്നോ? AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാൽ, മുൻ മന്ത്രിമാരായിരുന്ന അനിൽകുമാറിനെ, അടൂർ പ്രകാശിനെ, MP ആയിരുന്ന ഹൈബി ഈഡനെ ഈ വൃത്തികെട്ട കേസുകളിൽ പെടുത്തുമായിരുന്നോ? മനഃപൂർവ്വമായിട്ട് ഇങ്ങനൊരു ബന്ധം, ഈ പറയുന്ന ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതാണ്, ഡിവിഷൻ ബെഞ്ച് തള്ളിയതാണ്. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരായി കേസ് വന്നപ്പോൾ എനിക്കെതിരായിട്ട് കേസെടുത്തു വിജിലൻസ്. എന്നിട്ട് EDക്ക് കൊടുത്തു. EDയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റി. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചാണ് നിയമസഭയിൽ, ധൈര്യം ഉണ്ടെങ്കിൽ കേസെടുത്തോളാം. അപ്പോൾ എടുത്തില്ല. അതിൻ്റെ എനിക്കെതിരായിട്ടുള്ള ആരോപണം ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും രണ്ടും തള്ളിക്കളഞ്ഞിട്ടും കേസെടുത്തു. അടുപ്പമുള്ളതുകൊണ്ടാണ്? അല്ല ചോദിക്കണേ, അടുപ്പമുള്ളതുകൊണ്ടാണ്? അടുപ്പമുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ കേസെടുത്ത് എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്, ED അന്വേഷണം നടക്കുകയാണ്. അടുപ്പമുള്ളതുകൊണ്ടാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ഓഫീസിലെ ഈ ഉപജാപക സംഘമാണ് ഞങ്ങൾക്കെതിരായിട്ട് കേസെടുത്തത്. ഞങ്ങളെ എല്ലാവരെയും, ഉമ്മൻചാണ്ടി മുതൽ എന്നെ വരെയുള്ള ആളുകളെ
കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കിയത്. അവരായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം.